ഹലോ, ഗുഡ് മോർണിംഗ്. നോക്കൂ, മഞ്ഞുള്ളൊരു പ്രഭാതം. ആ, എന്ത് ഭംഗിയാ നോക്കിയേ. ഇന്നത്തെ രാവിലെ പ്രഭാതത്തിന് ഭയങ്കര ഭംഗിയാണ്. ഇന്നലെ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല മഞ്ഞുള്ള നാട്ടിലെ ഡിസംബർ മാസത്ത് പണ്ടത്തെ ഡിസംബർ പോലെയൊക്കെ ഉണ്ട്. ഇന്നൊരു പ്രത്യേക ഭംഗിയാണ് രാവിലെ. രാവിലെ എന്താ ബോധമില്ല, ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് നോക്ക്, മരങ്ങളുടെ നിറമൊക്കെ മാറി ചുവന്നു. ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരിബഡി. നോക്കണം, ഇന്ന് നവംബർ 1 അല്ലേ? അതെ, നവംബർ 1 2025, നവംബർ 1, 2025. ഇനി ഇങ്ങനെ ഒരു പ്രഭാതം ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് ഈ പ്രഭാതം ഞാൻ ഒപ്പിയെടുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് കാണാൻ വേണ്ടി. കുറേ കഴിയുമ്പോൾ, നമ്മൾ റിട്ടയർഡൊക്കെ ആയി കഴിയുമ്പോൾ, എനിക്കിനി ഒരു പ്രഭാതം ഒരിക്കലും ഉണ്ടായെന്ന് വരില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റിയെന്ന് വരില്ല, വയസ്സനായി കുത്തിയിരിക്കുമ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ എടുത്തു വെച്ചാൽ ഭാവിയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഈ വർഷത്തെ മനോഹരമായ പ്രഭാതത്തെ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ ഒരു മരം കരിഞ്ഞു പോയി, അതിന് വെട്ടിക്കളയണം. ഈ മരം പിന്നെ കുഴപ്പമില്ല. ഓ മൈ ഗുഡ്നസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. ആ പച്ചമരം എന്നും ഇങ്ങനെ പച്ചയായിട്ടിരിക്കും, അതിന് മാത്രം നിറം മാറില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ക്രിസ്മസ് ട്രീ പോലെയുള്ള ട്രീയാന്ന് തോന്നുന്നു. ഓക്കെ, സോ അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും ഈ ദിവസത്തിൻ്റെ സന്തോഷവും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നവംബർ 1, 2025. മാസം പോലും മാറിപ്പോകുള്ളൂ. എന്തൊരു കഷ്ടമാണ് നോക്കണം. നാട്ടിൽ ജനുവരിയുടെ ഓർമ്മയായിരിക്കും അല്ലേ? ഒരു ജനുവരിയുടെ കുളിരാണിപ്പോൾ. നാട്ടിലെ ഓർമ്മയാണ്, നാട്ടിലെ ജനുവരിയുടെ ഓർമ്മ. ചെറുതായിട്ട് ഡ്രോപ്സായിട്ട് വെള്ളം വീഴുന്നുണ്ട്, പക്ഷികളൊക്കെ കരയുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ ഇലകളിലൊക്കെ ചില വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുന്നുണ്ട്. കണ്ടോ, മുത്തോണികൾ പോലെ. ആഹാ, മനോഹരമായ ദിവസം. ഞാൻ രാവിലെ ചുമ്മാ നോക്കിയതാണ്, കണ്ടു കിട്ടി. ഓക്കേ.